ഓണത്തിന് സെറ്റ് സാരി മസ്റ്റാണല്ലേ. ഇത് പഴയൊരു കോട്ടൺ സെറ്റ് സാരിയാണ്. ഏകദേശം 10-15 വർഷം പഴക്കമൊക്കെ ഉണ്ടാവും. എൻ്റെ അമ്മയുടേതാണ്. അപ്പം ഞാനിത് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങാൻ പോയ സമയത്താണ് ഇതുപോലുള്ള ബ്ലോക്കുകൾ, പ്രിൻ്റ് ചെയ്യാനുള്ള ബ്ലോക്കുകൾ ഷോപ്പിൽ കണ്ടത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് വാങ്ങി വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സാരി കണ്ടപ്പോൾ ഇതിലെന്തുകൊണ്ട് ഇതിനെക്കൊണ്ട് ഡിസൈൻ ചെയ്തുകൂടാന്ന് ആലോചിച്ചു. എത്ര ചിത്രം വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലും ഇതുപോലുള്ള ബ്ലോക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്സാക്റ്റ് അതുപോലെ പ്രിൻ്റ് ആയിട്ട് വരുന്നില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് കുറച്ച് പണിയുണ്ട്. ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പെറ്റൽസൊക്കെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം പ്രിൻ്റ് ചെയ്തതിനേക്കാളും ഞാൻ ചെയ്ത് വന്നപ്പോൾ എനിക്കതിൻ്റെ ഒരു നാക്ക് മനസ്സിലായി. അപ്പം ഏകദേശം ഒന്ന് ലെവലാവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായത്. പക്ഷെ അത്ര കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല ഫൈനൽ റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനത് എല്ലാ ഭാഗത്തും ആദ്യം മുന്താണിയൊക്കെ കവർ ചെയ്തു. അതിനുശേഷം അതൊക്കെ ഡ്രൈ ആയതിനു ശേഷം ഇപ്പുറത്തെ സൈഡിൽ നമ്മളെ സാരിയിലും ഫുള്ളായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, 2 സൈഡിലും ബോർഡറിൽ. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഫ്ലവറിന് തണ്ടുകൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് വരക്കുവാണ്. കോട്ടൺ ആയതുകൊണ്ട് ഈസി ആയിട്ട് അങ്ങ് മൂവ് ആകുന്നില്ല. കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ഫ്ലവറിനും ഓരോ തണ്ടുകൾ മാത്രം വരച്ചപ്പോൾ ഇത്രയും ബ്ലാങ്ക് സ്പേസ് വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെറുതും വലുതുമായിട്ട് അതിൻ്റെ എല്ലാ സൈഡ്സിലും ഇതുപോലുള്ള തണ്ടുകൾ വീണ്ടും വരക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ ആ ബ്ലാങ്ക് സ്പേസൊക്കെ നമുക്ക് ഫിനിഷായി കിട്ടും. വരക്കാനൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. പെയിൻ്റ് ഒന്ന് വാട്ടർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വരക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ എല്ലാ ഏരിയാസിലും ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ബ്ലാങ്ക് തോന്നുന്നിടത്തൊക്കെ ഞാൻ തോന്നുന്ന പോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം വരച്ചതിന് ശേഷം ആ തണ്ടുകൾക്കൊക്കെ ഓരോ മുട്ടുകൾ വരയ്ക്കുകയാണ്. വെറും തണ്ടുകൾ മാത്രമായാലൊരു ഭംഗിയില്ലല്ലോ, അതൊരു ബോറായിരിക്കും. അപ്പം ഞാൻ മുട്ടുകൾ വരക്കാമെന്ന് വിചാരിച്ചു. ഇതും ഈസി ആയിട്ട് വരക്കാവുന്നതേ ഉള്ളൂ. ചിത്രമൊന്നും വരക്കാൻ അറിയാത്തവർക്കാണെങ്കിലും ഇത് വരക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ബ്രഷ് കൈകാര്യം ചെയ്യാൻ കുറച്ച് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മുട്ടുകളും എല്ലാ ലൈൻസിലും ഞാൻ വരച്ചു കൊടുത്തു. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലീഫ് ചെയ്യാണ്. അത് ഞാൻ റെഡ് കളർ മാറ്റിയിട്ട് ഗ്രീൻ കളർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ലീഫാണല്ലോ. അപ്പോൾ ഗ്രീൻ കളർ വെച്ചിട്ടാവുമ്പോൾ ആ റെഡിൻ്റെ ഇടയിൽ ആ ഗ്രീന് കുറച്ചും കൂടെ അട്രാക്ഷൻ ഉണ്ടാവും. ഗ്രീനും കൂടെ യൂസ് ചെയ്യാമെന്ന് വെച്ചത് ഒന്നുകിൽ ഗ്രീൻ കളർ ബ്ലൗസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് കളർ ബ്ലൗസ് യൂസ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ ലീഫുകൾ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുക. ഞാൻ ഏകദേശം 2 ദിവസത്തോളം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. മുന്താണിയിലും 2 ബോർഡറിലും ആണ് ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പഴയ പ്ലെയിൻ സാരിയൊക്കെ ഇതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്താൽ പുതിയൊരു ലുക്ക് കിട്ടിയില്ലേ. സാരി ഉടുത്തിട്ടുള്ള വീഡിയോ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ.